മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ മുരീദുമാരായ ആളുകൾ നരകത്തിലില്ല എന്ന് നരകത്തിലെ കാക്കണ മലക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വലിയ അബദ്ധം. അത് തൗഹീദിന് വിരുദ്ധം, അത് ഖുർആനിന് എതിര്. ആദ്യക്കാർ ചെല്ലിയവൻ വിദഅത്തുകാരൻ, അത് ചെല്ലിയവൻ നേരെ നരകത്തിന്റെ നടുവിലേക്ക്. നോക്ക് നിങ്ങൾ. എന്നാ ഇയാളോ ഉമർ മൗലവി പണി കഴിഞ്ഞപ്പോ തന്നെ സ്വർഗത്തിലേക്കു കുതിച്ചഹോ ചേതന വേദന ശാന്തി തൻ സായുജ്യമാകുവാൻ. മൂപ്പര് ഞാൻ പറഞ്ഞല്ലോ ചക്കക്കുരു തെറിച്ചിട മാതിരിയാണ് തെറിച്ച് ചുളുങ്ങൾ പോയതന്നെ സ്വർഗത്തേക്ക് ഇത് വെച്ചാല് അതൊരു കുഴപ്പമില്ല, അത് തൗഹീദ്. ദിഫാഇ ഷെയ്ഖിന് 4 സ്വർഗം കിട്ടിയെന്ന് അള്ളാഹു നൽകി എന്ന് പറഞ്ഞാൽ അത് തൗഹീദിന് വിരുദ്ധം, നരകത്തേക്ക്. മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ മുരീദമാരാരും നരകത്തിലില്ല എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ വിരുദ്ധം. ഉമർ മൗലവി സ്വർഗം ഒന്നാകെ തന്റെ കയ്യിന്റെ ഉള്ളിൽ കൊണ്ടുപിടിച്ച് നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് തൗഹീദും. നോക്ക് നിങ്ങൾ, എന്ത് വൈരുദ്ധ്യമാണ്, വിരോധാഭാസം എന്നല്ലാതെ എന്ത് പറയാം. അതാണ് ഞാൻ പറയുന്നത്. മുജാഹിദുകൾ പറയുന്നത് വെറും തലയില്ലാത്ത ആശയങ്ങളാണ്. ഞാനിപ്പോ അതിലേക്ക് കടക്കുകയല്ല. ചുരുക്കത്തിൽ സഹോദരന്മാരെ, ഇപ്പൊ നമ്മൾ മാല മൗലിദുകളിൽ പറയുന്ന പരാമർശങ്ങൾ അതേതെടുത്ത് പരിശോധിച്ചു നോക്കിയാലും നമ്മൾ പറയുന്ന ആശയങ്ങൾക്ക് സഹോദരന്മാരെ പ്രമാണങ്ങൾ കാണും. അതിന് ഖുർആനും സുന്നത്തിന്റെയും പിന്തുണ ഉണ്ടാകും. മാലകളിലും മൗലൂദുകളിലും കാണുന്ന മറ്റൊരു കാര്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ മലക്കുകളുമായി സംവദിക്കുക എന്നത്. മലക്കുകളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് മഹാത്മാക്കള്, ഔലിയാക്കള്, സ്വാലിഹീങ്ങൾ, മഹത്തുക്കൾ. അതായത് നമ്മൾ ആരുടെ മാലയാണോ മൗലിദാണോ രചിക്കുന്നതെങ്കിൽ അത് പറയപ്പെടുന്ന ആള്, ആ മഹാത്മാവ് സഹോദരന്മാരെ മലക്കുകളുമായും മറ്റുമൊക്കെ സംവദിക്കുന്നത് കാണാം. അത് മാലയിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനോട് മലക്ക് സംസാരിച്ചു. അതുപോലെ നമുക്ക് മാലയിൽ കാണാം, അങ്ങനെ തന്നെ മലായികതന്മാരും അവരുടെ മജ്‌ലിസിൽ ഹാളിറാകുന്നവർ. മലക്കുകളും ഷെയ്ഖിന്റെ മജ്‌ലിസിൽ ഹാളിറാകുന്നു. ഇതും മാലയിലുള്ളതാണ്. മുജാഹിദ് പറയും, ഇവരുടെ മജ്‌ലിസിൽ ഒന്നാകെ മലക്കുകൾ മാത്രമായിരിക്കുന്നത്. അവർക്ക് തോന്നുമ്പോ മലക്കുകൾ വരുന്നു പോകുന്നു, എന്താണ് ഇവിടുത്തെ പരിപാടി? നോക്ക് നിങ്ങൾ, മലക്കുകൾ മഹാത്മാക്കളുമായി സംവദിക്കുന്നു എന്ന് നമ്മുടെ മാലയിൽ പറയുന്നത് അത് ഖുർആനിന് എതിരല്ല. മുജാഹിദ് ചോദിക്കും, നുബുവത്ത് എന്ന് പറയുന്നത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം നിലച്ചിട്ടുണ്ടല്ലോ. പിന്നെ മുഹ്യിദ്ദീൻ ഷെയ്ഖിനോട് മലക്ക് സംസാരിക്കണമെങ്കിൽ എന്താ മുഹ്യിദ്ദീൻ ഷെയ്ഖ് നബിയാണോന്നാ? വലിയ ചോദ്യം. സാധാരണക്കാർ ചോദിക്കുന്നു, ശരി തന്നെയാണല്ലോ. സഹോദരന്മാരെ, അത് വലിയ ഭീമാബദ്ധമാണ്. പ്രവാചകൻ മലക്കുകൾ സംസാരിക്കണമെങ്കിൽ അത് പ്രവാചകനായിക്കൊള്ളണം എന്നില്ല. ഖുർആൻ തന്നെ നോക്കൂ നിങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, ബഹുമഹതിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. മറിയം ബീവിയുടെ അരികിൽ മലക്കുകൾ വന്നുകൊണ്ട് പറയുന്നു, ഇത് ഖാലത്തിൽ മലായികത്തു, മലക്കുകൾ വന്ന് പറയുകയാണ്, ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. മറിയമേ, അല്ലാഹു നിന്നെ സംശുദ്ധയാക്കിയിട്ടുണ്ട്. ലോകത്തുള്ള സ്ത്രീകളെക്കാളൊക്കെ നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം തെരഞ്ഞെടുക്കുകയും കടഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മറിയം ബീവിയെ മഹത്വമാണ് അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. ആരാണിത് വന്ന് പറയുന്നത്? മലക്കുകളാ വന്ന് പറയുന്നത്. ആരോടാ പറയുന്നത്? മറിയം ബീവിയോടാണ്. മറിയം ബീവി നബിയാണോ? നബിയല്ല. നബിയത്താണോ? അല്ല. നബിച്ചിയല്ല നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. പിന്നെ ആരാ? വലിയത്താണ്, വലിയത്ത്. ആ മറിയം ബീവിയോടാണ് മലക്കുകൾ വന്ന് സംവദിക്കുന്നത്. അപ്പൊ മലക്കുകൾ സംസാരിക്കണമെങ്കിൽ പ്രവാചകനായിക്കൊള്ളണം എന്ന ഒരു നിബന്ധനയുമില്ല. ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്മാർക്ക് നുബുവത്ത് കൊണ്ടുവരുന്ന ഡ്യൂട്ടിയുള്ള മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ മറിയം ബീവിയുടെ അരികിൽ വന്നുകൊണ്ട് സംസാരിക്കുന്നു. ഖാല ഇന്നമാ അന റസൂലു റബ്ബിക് ലിഅഹ്മലകി ഗുലാമൻ സക്കിയ്യാ. ജിബ്രീൽ വന്നുകൊണ്ട് പറയുന്നു, മറിയമോ, ഞാൻ നിങ്ങളുടെ അരികിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു സന്താനത്തെ, നല്ല ഒരു കുഞ്ഞിനെ നൽകാൻ വേണ്ടിയാണ്.
മറിയം ബീവി ചോദിച്ചു, കാലത്ത് അന്നായ കൂനുലി ഗുലാം വലം യംസസ്നി ബശർ വലം അകു ബഗിയാ. മറിയം ബീവി ചോദിക്കുകയാണ്, എങ്ങനെയാണ് എനിക്കൊരു കുഞ്ഞുണ്ടാവുക? എന്നെ ഒരു പുരുഷൻ ഇതുവരെ സ്പർശിച്ചിട്ടില്ലല്ലോ, ഞാൻ അനാവശ്യ പ്രവർത്തനങ്ങൾ ചെയ്തവളുമല്ല, പിന്നെ എങ്ങനെ എനിക്ക് കുഞ്ഞുണ്ടാകും? ജിബ്രീൽ മറുപടി പറയുന്നു, ഖാല കദാലിക് ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിൻ. അല്ലാഹു പറയുന്നത് അത് അല്ലാഹുവിന് വളരെ എളുപ്പമുള്ള കാര്യമാണെന്നാണ് ജിബ്രീൽ മറുപടി കൊടുക്കുകയാണ്. അപ്പൊ മറിയം ബീവിയും ജിബ്രീലും സംവദിക്കുന്നു, ആശയവിനിമയം നടത്തുന്നു. മറിയം ബീവി നബിയാണോ, നബിയത്താണോ? ഒരിക്കലുമല്ല, വലിയത്താണ്. വലിയത്തുകളോട്, ഔലിയാക്കളോട് മലക്കുകൾ സംവദിക്കും. ഇത് നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക. ഖുർആൻ പറയുന്നു, അല്ലാഹുവാണ് ഞങ്ങളുടെ നാഥൻ എന്ന് പറയുകയും ജീവിതം ചിട്ടയായ രൂപത്തിൽ ക്രമപ്പെടുത്തുകയും ചെയ്തയാളുകൾ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരിലേക്ക് മലക്കുകൾ ഇറങ്ങി വരികയാണ്. മലക്കുകൾ ആ നല്ലവരായ മഹാത്മാക്കളായ നല്ല രൂപത്തിൽ ജീവിതം നയിച്ച ആളുകളിലേക്ക് മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നു, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു, മലക്കുകൾ വന്നുകൊണ്ട് പറയുകയാണ്, തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ വന്നുകൊണ്ട് പറയുന്നു, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ ഭയക്കേണ്ടതില്ല, നിങ്ങൾ മുഷിപ്പാവേണ്ടതില്ല. പിന്നെയോ അബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തുഷ്ടരാവുക. മുജാഹിദുകൾ പറയും ഇത് മരിക്കുന്ന സമയത്ത് മാത്രമാണ്. അല്ല, മരിക്കുന്ന സമയത്താണെന്ന് ചില പണ്ഡിതർ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ മുഫസ്സിറുകളിൽ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു എല്ലാ അവസരത്തിലും ഇത് ഉപയോഗമാണ്. ഇത് മരിക്കുന്ന സമയത്തേക്ക് മാത്രം ബാധകമല്ല, മരിക്കുന്നതിനും അതിനു മുമ്പും ശേഷവുമൊക്കെ മലക്കുകൾ മനുഷ്യരുമായി ഇടപഴകും, സംവദിക്കും, ആശയവിനിമയം നടത്തും. പക്ഷേ അതിന് പാകപ്പെട്ട മനുഷ്യരായിരിക്കണം ഈ മലക്കുകൾ ഇറങ്ങി വരാൻ പറ്റിയവരായിരിക്കണം നമ്മൾ എന്നേ ഉള്ളൂ. അതാ നമ്മൾ പറഞ്ഞത്, മഹാത്മാക്കളാവണം. മഹത്തുക്കളാകുമ്പോൾ മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി വരും, മലക്കുകളുമായി ആശയവിനിമയം നടത്തും, സംസാരിക്കും. അല്ലാ തഖാഫൂ, നിങ്ങൾ ഭയക്കേണ്ടതില്ല, വലാ തഹ്സനൂ, മുഷിപ്പാകേണ്ടതുമില്ല, വഅബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അപ്പൊ ഈ മഹാത്മാക്കളോട് വന്ന് നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറയും. അതന്നെയാണ് നമ്മുടെ മാലയിലും പറഞ്ഞത്, നിന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. നിന്റെ മുരീദുമാരും നരകത്തിലില്ല, അവരൊക്കെ സ്വർഗത്തിന്റെ ആളുകളാണ് എന്ന് മലക്ക് പറഞ്ഞു എന്നതിന്റെ അർത്ഥവും സഹോദരന്മാരെ ഇത് തന്നെയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഓരോന്നെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മഹാത്മാക്കളുമായി ബന്ധപ്പെട്ട് മാലയിൽ പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ ഏതെല്ലാം ഉണ്ടോ അതിനൊക്കെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പ്രമാണങ്ങൾ, തെളിവുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. വിശദീകരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാടുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ മൗലിദുകളിൽ സാധാരണഗതിയിൽ മുജാഹിദുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമുക്കറിയാം, നമ്മുടെ ഷറഫലന മൗലിദിലെ വരിയുണ്ട്, നമുക്കറിയാമല്ലോ. ആ വരിയിൽ സാധാരണഗതിയിൽ ചില വരികളുണ്ട്. ആ അശ്റഖ ബൈത്തിൽ നമുക്ക് കാണാം, അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗാഫീറു ഫീകാ ഖാദ് അഹ്സൻതു വന്നി യാ ബാശീറു യാ നദീറു. നമ്മളൊക്കെ ചെല്ലാറുള്ളതാണ്. ഇവിടെ മുജാഹിദുകൾ പറയും ഈ വരി ശുദ്ധ ശിർക്കിന്റെ വരിയാണ്. എന്താ കാരണം എന്നറിയോ? ഇതിൽ പറയുന്നത് നിങ്ങൾ എന്താണ്, അബ്ദുകൽ മിസ്കീൻ എന്നാണ്. നബിയെ വിളിച്ചുകൊണ്ട് പറയാ, നബിയെ അങ്ങയുടെ അടിമയാണ് ഞാൻ.
സഹോദരങ്ങളെ, നമ്മളൊക്കെ റസൂലുള്ളാഹിന്റെ അടിമയല്ലല്ലോ, നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമയല്ലേ. അപ്പൊ അള്ളാഹുവിന്റെ അടിമയാവുക എന്ന ആ മഹത്വം നമ്മൾ റസൂലിന് വകവെച്ചു കൊടുക്കുകയാണ്. റസൂലിന്റെ അടിമ എന്നാണ് നമ്മൾ പറയുന്നത്. അത് തെറ്റാണ്, അത് ഖുർആൻ വിരുദ്ധമാണ്, അത് ഹദീസുകൾക്ക് വിരുദ്ധമാണ്, അത് നരകത്തിലേക്കുള്ള പരിപാടിയാണ്, ശിർക്കാണ് എന്നൊക്കെ പറയും മുജാഹിദുകൾ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒരൊറ്റ വാക്ക് മാത്രം പറയട്ടെ സഹോദരന്മാരെ. അബ്ദുക്കൽ മിസ്കീനു എന്ന് പറഞ്ഞ് അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗാഫീറു. നബിയേ, അങ്ങയുടെ വിനീതനായ വിനയാന്വിതനായ സേവകനായ ഞാൻ യർജു ആഗ്രഹിക്കുന്നു, ഫളലക അങ്ങയുടെ ആ ഔദാര്യം ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ. ഇതാണ് നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത്. അബ്ദ് എന്ന് പറയുമ്പോഴേക്ക് അള്ളാഹുവിന്റെ അടിമ എന്ന ആ അർത്ഥത്തിലുള്ള ഒരടിമ എന്നല്ല ഇതിന്റെ അർത്ഥം. ഈ പ്രയോഗം മൗലിദിൽ മാത്രമല്ല, ഹദീസ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം. ഇമാം ഹാക്കിം തന്റെ മുസ്തദ്റക്കിന്റെ 1-ാമത്തെ വാല്യം 126-ാമത്തെ പേജിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെയുള്ള സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, കുന്തു അബ്ദഹു വഖാദിമഹു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അബ്ദായിരുന്നു, വഖാദിമഹു സേവകരുമായിരുന്നു. ഇവിടെ അബ്ദ് എന്ന അടിമ അള്ളാഹുവിന്റെ അടിമ എന്ന അർത്ഥത്തിലുള്ള അടിമയല്ല. അബ്ദ് എന്ന പ്രയോഗം സ്വഹാബികളൊക്കെ റസൂലിനെ കുറിച്ച് റസൂലുള്ളാഹിന്റെ അബ്ദ് എന്ന് പ്രയോഗിച്ചത് കാണാം. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നി കുന്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിക്കും. ഫകുന്തു അബ്ദഹു, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അടിമയായിരുന്നു, അബ്ദായിരുന്നു. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥമൊന്നുമില്ല. അള്ളാഹുവിന്റെ അടിമ എന്ന അർത്ഥത്തിലുള്ള പ്രയോഗമല്ല ഞാൻ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്. അക്ഷരം പ്രതി അംഗീകരിക്കുന്ന, അനുസരിക്കുന്ന ഒരു വിനീതനായ സേവകനാണ് എന്ന അർത്ഥത്തിലാണ് ആ പറയുന്നത്. അപ്പൊ ഹദീസിലൊക്കെ വന്ന പദപ്രയോഗമാണ്, അതാ നമ്മൾ മൗലിദിൽ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് മാത്രം അത് ശിർക്ക് വരികയില്ല. സഹോദരന്മാരെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മറ്റൊരു പരാമർശമാണ്, അറിയോ നിങ്ങൾ, നബി സല്ലല്ലാഹു, നമ്മുടെ മൗലിദുകളിലൊക്കെ കാണുന്ന ഒരു സംഗതിയാണ് എന്തെന്നറിയോ? എല്ലാ മൗലിദിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോൾ അത്യത്ഭുതങ്ങൾ ഉണ്ടായി, അല്ലേ? നമുക്കറിയാം, സാവതടാകം വറ്റിപ്പോയി, വിഗ്രഹങ്ങൾ തലകുത്തി വീണു, ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് കാണാം. എന്നാൽ അതൊന്നും ശരിയല്ല, അതൊക്കെ ശുദ്ധ കളവാണ്, കെട്ടിച്ചമച്ചതാണ് എന്ന് മുജാഹിദുകളും പറയും. അല്ല സഹോദരന്മാരെ, ആ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മസമയത്തുണ്ടായി പറയപ്പെടുന്ന അത്ഭുതങ്ങൾ ഏതുണ്ടോ അതൊക്കെയും പ്രമാണങ്ങളിൽ, ഹദീസുകളിലും ചരിത്രങ്ങളിലും നമുക്ക് കണ്ടെത്താൻ കഴിയും. സാധാരണ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് പോലെ മാത്രമാണ് നബിയും പ്രസവിച്ച് വീഴുന്നത്, അത്ഭുതങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മുജാഹിദുകൾ നാഴികക്ക് 40 വട്ടം ഇപ്പോൾ ഓരിയിടുന്നത് കാണാം. അവരുടെ കാസറ്റുകളിൽ ഇത് ലഭ്യമാണ്. എന്നാൽ ഇത് നോക്കൂ നിങ്ങൾ, ഇത് മുജാഹിദുകൾ പഴയ കാലത്ത് അച്ചടിച്ചു വിട്ട പുസ്തകമാണ്. പ്രവാചകന്മാർ എന്ന പേരിൽ 4-ാം തരത്തിലേക്ക് കേരള നദുവത്തുൽ മുജാഹിദീൻ വിദ്യാഭ്യാസ ബോർഡ് മുജാഹിദ് സെന്റർ കോഴിക്കോട് 2-ൽ നിന്ന് അച്ചടിച്ചു വിട്ട ഈ പുസ്തകം. ഇതിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തെക്കുറിച്ച് പറയുകയാണ്. നബിയെ പ്രസവിച്ച ദിവസവും മുല കൊടുക്കുന്ന കാലത്തും അതിന്റെ ശേഷവും സാധാരണ കുട്ടികളിൽ കാണാത്ത പല അത്ഭുത വിശേഷങ്ങളും കാണുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച സമയത്തും ജനിച്ച ദിവസവും മുല കൊടുക്കുമ്പോഴും അതിന് ശേഷമൊക്കെ സാധാരണ കുട്ടികൾക്കില്ലാത്ത പല അത്ഭുതങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അസാധാരണ വ്യക്തിത്വമാണ്, അസാധാരണ രൂപത്തിലായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ ജനനമെന്ന് മുജാഹിദുകൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇനി സഹോദരന്മാരെ, മറ്റൊരു കാര്യമാണ് നമുക്ക് കാണാം, നമ്മളെ മാലകളിലും അല്ല നമ്മളെ മൗലിദുകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തും സലാമും ഒക്കെ നമ്മൾ പദ്യമായിട്ട് ചെല്ലാറുണ്ട്. മുജാഹിദുകൾ അതിനെ പരിഹസിക്കും. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം നമ്മൾ ചെല്ലാറുണ്ട്.
റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ട രൂപം റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? മുജാഹിദ് പറയും, നമ്മൾ നിസ്കാരത്തിൽ ചെല്ലുന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് തുടങ്ങിയ ആ സ്വലാത്തുണ്ടല്ലോ, അതാണ് സ്വലാത്ത് ചെല്ലേണ്ടത്. അതല്ലാതെ പദ്യമായിട്ട് ആരെങ്കിലും സ്വലാത്ത് ചെല്ലു, ആരെങ്കിലും സലാം ചെല്ലു എന്നൊക്കെ ചോദിച്ച് മുജാഹിദുകൾ കൊച്ചാക്കാറുണ്ട്, പരിഹസിക്കാറുണ്ട്. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. എന്താണ് ഇതിന് തെളിവ്? മുജാഹിദ് ചോദിക്കാറുണ്ട്. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. റസൂലുള്ളാഹിനെ വിളിച്ച് നമ്മൾ പദ്യമായി സലാം പറയാറുണ്ട്. മുജാഹിദ് പരിഹസിക്കും, അതിന് അങ്ങനെ ആരെങ്കിലും സലാം പറയോ? നമ്മൾ ആരെങ്കിലും ചെല്ലാറുണ്ടോ? കുട്ടികളെ സലാം അലൈക്കും, മോലേരെ സലാം അലൈക്കും. ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും സലാം പറയാറുണ്ടോ എന്നാ മുജാഹിദ് ചോദിക്കാറുണ്ട്. നമ്മൾ പള്ളിയിലെ മോലേരെ കാണുമ്പോ മോലേരെ സലാം അലൈക്കും ഇങ്ങനെ പദ്യമായിട്ട് ചെല്ലാറുണ്ടോ? നമ്മൾ ആരെങ്കിലും കുട്ടികളെ ബാപ്പാരെ കാണുമ്പോ ബാപ്പാരെ സലാം അലൈക്കും ഇങ്ങനെ പദ്യമായി ഉരുവിടാറുണ്ടോ? എന്താണ് ഓരോ ചോദ്യം നോക്കി പരിഹസിക്കുക തന്നെ. അപ്പൊ ഇതിനൊന്നും ഒരു തെളിവുമില്ല എന്ന് പറയാറുണ്ട്. സഹോദരന്മാരെ, വിശദമായി ഇറങ്ങാനും പറയാനും സമയമില്ലാത്തത് കൊണ്ടാണ്. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇസ്ലാം പഠിച്ച സ്വഹാബികൾ അവരിതാ അള്ളാഹുവിന്റെ റസൂലിനെ പദ്യമായിട്ട് തന്നെ സലാത്തും സലാമും ഒക്കെ പറയുന്ന നൂറുകണക്കിന് ഹദീസുകൾ നമുക്ക് കാണാം. പക്ഷെ പറയുന്ന മൗലവിമാർക്ക് വിവരം വേണ്ടേ, പ്രമാണം പരതണ്ടേ? അത് പരതൂല. എന്നിട്ട് ആളുകളെയും റസൂലിനെയും പരിഹസിക്കുകയാണ്. കുട്ടികളെ സലാം അലൈക്കും, മോലേരെ സലാം അലൈക്കും. നിങ്ങൾ ഇങ്ങനെ സലാം പറയാറുണ്ടോ എന്ന് ചോദിക്കുമ്പോ മുന്നിലിരിക്കുന്ന മുജാഹിദുകൾക്ക് കഥയില്ലാത്തവരല്ലേ, അവരിങ്ങനെ കുലുങ്ങി ചിരിച്ചു കൊടുക്കും. കഥ അത്രയല്ലേ ഉള്ളൂ. എന്നാ പ്രമാണങ്ങളിൽ എന്ത് പറയുന്നു സഹോദരന്മാരെ? അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഇസ്ലാം പഠിച്ച മഹദിയായ സഫിയ്യ ബീവി റളിയല്ലാഹു അൻഹാ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സലാം പറയുകയാണ്, സലാത്ത് ചൊല്ലുകയാണ്. നോക്കൂ നിങ്ങൾ, അലൈക മിനല്ലാഹി സലാമു തഹിയതൻ വഉദ്ഖിൽത ജന്നാത്തിൻ മിനൽ അദ്നി റാദിയാ. സഫിയ്യ ബീവി റസൂലുള്ളാഹിനെ വിളിച്ചു പറയുന്നു, അലൈക മിനല്ലാഹി സലാമു തഹിയതൻ വഉദ്ഖിൽത ജന്നാത്തിൻ മിനൽ അദ്നി റാദിയാ. നബിയേ, അങ്ങയുടെ മേലിൽ അല്ലാഹുവിൽ നിന്നുള്ള സലാം ഉണ്ടായിരിക്കട്ടെ നബിയേ. പദ്യമാണ് ഇത്. ചെയ്യുന്നത് ആരാ? സമസ്തക്കാരല്ല. മഹദിയായ സഫിയ്യ ബീവി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിന്റെ കുടുംബക്കാരിയല്ലേ. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു സ്വലാത്തും സലാമും പദ്യമായി ഉരുവിടുകയാണ്. ദാമത്ത് സ്വലാത്തുൻ വതബ്, ദാമത്ത് സ്വലാത്തുൻ വതസ്ലീമും വതബ്ജീലു അലൻ നബിയ്യി വതശ്രീഫും വതഫ്ളീലു. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്തും സലാമും പദ്യമായി ഉരുവിടുകയാണ്. പറയുന്നത് ആരാ? സ്വഹാബിയായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു. ഇത് നിങ്ങൾക്കറിയണോ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന കിതാബു സുഹുദിൽ ഉദ്ധരിക്കുന്ന ആ ഒരു സംഭവം കാണാം, ഹദീസ് കാണാം. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാത്രി സമയങ്ങളിൽ അദ്ദേഹം തന്റെ ഭരണപ്രദേശത്തുകളിലൂടെ ഇങ്ങനെ റോന്തു ചുറ്റുകയാണ്. തന്റെ നഗരത്തിൽ മദീനയിൽ പട്ടിണിപ്പാവങ്ങളായി ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി റോന്തു ചുറ്റുമ്പോ അതിക്രമങ്ങൾ വല്ലതും നടക്കുന്നുണ്ടോ അറിയാൻ വേണ്ടി റോന്തു ചുറ്റുമ്പോ അതാ അങ്ങകലെ ഒരു വീട്ടിൽ നിന്ന്, ഒരു കുടിലിൽ നിന്ന് ഒരു ചെറിയ വിളക്കിങ്ങനെ വിളക്കിന്റെ പ്രകാശം കാണുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അർദ്ധരാത്രി സമയത്ത് എന്താണ് അവിടെ ഒരു വിളക്ക് കാണുന്നത്, വെളിച്ചം കാണുന്നതെന്ന് ഓർത്തുകൊണ്ട് ആ ഭാഗത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ഒരു വയസ്സായ സ്ത്രീ. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ മുബാറക് തന്റെ കിതാബു സുഹുദിൽ ഉദ്ധരിക്കുകയാണ്,
ഒരു വയസ്സായ സ്ത്രീ അവിടെ വെച്ച് റസൂലുള്ളാന്റെ പേരിൽ ഇങ്ങനെ സ്വലാത്ത് ചെല്ലുകയാണ്, റസൂലുള്ളാന്റെ പേരിൽ സലാം ചെല്ലുകയാണ്, റസൂലുള്ളാന്റെ മൗലിദ് ഓതുകയാണ്. ആ സഹോദരി അവിടെ വെച്ച് ഇങ്ങനെ പാടുന്നു, അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈക്കൽ മുസ്തഫൗനൽ അഖിയാർ ഖദ് കുൻത ഖവാമൻ ബുകിയൽ ആസ്ഹാർ ويا ليت شعري والمنايا أطوار هل تجمعني وحبيبي الدار. അള്ളാന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് അവരങ്ങനെ സ്വലാത്തും സലാമും ചൊല്ലുകയാണ്. അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈക്കൽ മുസ്തഫൗനൽ അഖിയാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ അതാ സ്വലാത്ത്, അല്ലാഹുവേ നീ സ്വലാത്ത് ചെയ്യണേ അല്ലാ, നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹദി അങ്ങനെ സ്വലാത്ത് ചെല്ലുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ മൗലിദ് മദ്ഹുകൾ കീർത്തനം നടത്തുന്നു. ഖദ് കുൻത ഖവാമൻ ബുകിയൽ ആസ്ഹാർ യാ ലൈത ശിരി ഹൽ മനായാത് വാർ. നബിയെ തങ്ങൾ ഇവിടെ ജീവിച്ചപ്പോ ഒട്ടേറെ രാത്രിയുടെ യാമങ്ങളിൽ പുലരുവോളം നിന്ന് നിസ്കരിച്ചവരായിരുന്നല്ലോ നബിയേ. റസൂലുള്ളാഹിന്റെ മഹത്വം ഇങ്ങനെ പറയുകയാണ്. യാ ലൈത ശരീരി വൽ മനായാത് വാർ ഹൽ തജ്മഉനി വാ ഹബീബി അദ്ദാർ. പടച്ചവരെ ആ നബിയോട് കൂടെ എന്നെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമോ അല്ലാ. ഈ സഹോദരി ഇങ്ങനെ ബൈത്ത് ചെല്ലുകയാണ്, റസൂലുള്ളാഹിന്റെ കീർത്തനം നടത്തുകയാണ്, ബൈത്തായി സ്വലാത്ത് ചെല്ലുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വീടിന്റെ പുറത്തുനിന്ന് ഇതൊക്കെ ഇങ്ങനെ കേൾക്കുകയാണ്. നോക്ക് നിങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹു തൗഹീദും ശിർക്കും ബിദ്അത്തൊന്നും തിരിഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറിച്ചത് നിർത്തൂ. ഇത് ഇബ്രാഹിമി സലാത്തേ പറ്റുള്ളൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ എന്നുള്ളതല്ലാതെ ഈ ബൈത്തും പാട്ടും ഒന്നും ഇവിടെ ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. ഉമർ റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? ഫജലസ ഉമറു യബ്കീ. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഇങ്ങനെ ഇരുന്നു കരയാൻ തുടങ്ങി. ഫമാ സാല യബ്കീ. മഹദി അവറുകൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഈ ബൈത്ത് ഇങ്ങനെ ചെല്ലുക. റസൂലുള്ളാഹിനെ പറ്റി അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈക്കൽ മുസ്തഫൗനൽ അഖിയാർ. അങ്ങനെ ചെല്ലാൻ തുടങ്ങിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരയുകയാണ്. കുറെ സമയം ബഹുമാനപ്പെട്ടവരിത് കേട്ടു. അവസാനം ആ വീട്ടിന്റെ വാതിൽ മുട്ടുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഹത്താ ഖറഅൽ ബാബ അലൈഹാ. വാതിൽ മുട്ടി. ആ വീട്ടിലുള്ള സ്ത്രീ ചോദിച്ചു, മൻ ഹാദാ, ആരാണ് ഈ ആ സമയത്ത് വാതിൽ മുട്ടുന്നത്? ഖാല, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ്, ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബാണ്. കാലത്ത് മാലി വലിയ ഉമർ. ആ സ്ത്രീ ആകെ പേടിച്ചു. പടച്ചവനെ, ഈ അസമയത്ത് എന്തിനാണ് ഉമർ എന്റെ വീട്ടിലേക്ക് വന്നത്? ഈ സമയത്ത് ഉമർ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇഫ്തഹി റഹിമകില്ലാ. എന്റെ സ്ത്രീ സഹോദരി, നിങ്ങൾ ഈ വീടിന്റെ വാതിൽ തുറക്കൂ, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയട്ടെ. റസൂലുള്ളാഹിന്റെ സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട്, റസൂലുള്ളാഹിന്റെ മൗലിദ് നടത്തിയത് കൊണ്ട്, കീർത്തനം നടത്തിയത് കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വലാ ബഅസ അലൈകി, ഒരു പ്രശ്നമില്ല, നിങ്ങൾ വാതിൽ തുറക്കൂ. ഫതഹത്ത്, അവർ വാതിൽ തുറക്കുകയാണ്. വാതിൽ തുറന്നപ്പോൾ ഫദഖല ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കടന്നു. ഫഖാല, എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ? റുദ്ദി അലയ്യൽ കലിമാത്തില്ലതി ഖുൽതി ആനിഫാ. എന്റെ ബാമ, നിങ്ങൾ ഇപ്പൊ ആ ചൊല്ലിയ വരികൾ ഒന്നുകൂടി ചൊല്ലൂ, ഞാനൊന്ന് കേൾക്കട്ടെ. നോക്ക് നിങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒന്നുകൂടി നിങ്ങൾ ആ വരി ചൊല്ലൂ, ഞാനൊന്ന് കേൾക്കട്ടെ. അപ്പൊ മഹദി അവരുകൾ ചൊല്ലാൻ തുടങ്ങി. അവർ വീണ്ടും ചെല്ലിയപ്പോ അതിന്റെ അവസാനം എത്തിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ആ സഹോദരിയോട് പറയുന്നു, അസ്അലുകി അൻ തുദ്ഖിലീനി മഅകുമാ. എന്റെ ഉമ്മ, നിങ്ങൾ എന്നെ കൂടി നിങ്ങളുടെ കൂടെ അതിൽ പ്രവേശിപ്പിക്കണേ, ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ.
അപ്പൊ മഹദി അവറുകൾ ചെല്ലാൻ തുടങ്ങി. അലാ മുഹമ്മദിൻ സ്വലാത്തുൽ ആബ്റാർ സ്വല്ലാ അലൈക്കൽ മുസ്തഫൗനൽ അഖിയാർ ഖദ് കുൻത ഖവാമൻ ബുകിയൽ അസ്ഹാർ യാ ലൈത ശിരി വൽ മനായാ തുവാർ ഹൽ തജ്മഉനി വാ ഹബീബി യദ്ദാർ. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്നെ കൂടി നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തണേ. അപ്പൊ മഹദി പറഞ്ഞു, യാ ഉമർ ഫഗ്ഫിർ ലഹു യാ ഗഫാർ. പടച്ചോനെ, ഉമറിന് കൂടി നീ പുറത്തു കൊടുക്കണേ. സഹോദരന്മാരെ, ഇത് സ്വഹാബത്ത് പഠിപ്പിച്ച ഇസ്ലാമാണ്. അപ്പൊ സ്വഹാബികൾ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. സലാത്തും സലാമും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഗദ്യമായും പദ്യമായും ഒക്കെ ചെല്ലാൻ അതിലൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ നിർത്തുകയാണ്. ഒറ്റ കാര്യം, മാല മൗലിദുകളിൽ സാധാരണഗതിയിൽ മുജാഹിദുകൾ വലിയ ആനച്ചോദ്യമായി ഉന്നയിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ സത്യത്തിൽ അവർ തിരുമറി നടത്തിയതാണ്. എന്നിട്ട് അത് സുന്നികളുടെ പിരടിയിൽ കെട്ടിവെക്കും. അങ്ങനെയുള്ള ഒന്ന് രണ്ട് വരികൾ കൂടി പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. നിങ്ങൾക്ക് നോക്ക്, ജഅല മുഹമ്മദ് മൗലിദ് എന്ന് പറയുന്ന മൗലിദ്. ആ ജഅല മുഹമ്മദ് മൗലിദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ അവയവത്തിന്റെയും മുഅ്ജിസത്ത് വിശദീകരിക്കുകയാണ്. ആ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ കാണാം എന്താണ്, വമുഅ്ജിസത്തു യദിഹി ഹൈസു റമാ മിനത് തുറാബി ഫഖാല ശാഹത്തിൽ വുജൂഹ് ഫഅമാ അബ്സാറഹും فانهزم 12,000 رجل من الكفار يوم بدر എന്നൊരു പ്രയോഗം. എന്താണ് അതിലുള്ളത്? അതായത് ബദർ യുദ്ധം നടക്കുന്ന ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പിടി മണ്ണ് എടുത്തുകൊണ്ട് ശത്രുക്കളുടെ നിരയിലേക്ക് എറിയുകയാണ്. എറിഞ്ഞപ്പോൾ അവരുടെ കണ്ണിനത് അന്ധത ബാധിച്ചു, അവരാകെ പരാജയപ്പെട്ടു. ഫൻഹസമ 12,000 رجل من الكفار. കുഫാറുകളിൽ നിന്ന് 12,000 ആളുകൾ അന്ന് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത കുഫാറുകളിൽ, കാഫിറുകളിൽ, അവിശ്വാസികളിൽ നിന്ന് 12,000 ആളുകൾ ഓടിപ്പോയി. ഇത് ജഅല മുഹമ്മദ് മൗലിദിൽ ഉള്ളതാണ്. അപ്പോ ബദർ യുദ്ധത്തിൽ നമുക്കറിയാലോ 313 മുസ്ലിങ്ങളും 1000 കാഫിറുകളും അവിശ്വാസികളുമല്ലേ സംഘടിച്ചിട്ടുള്ളൂ. എന്നിട്ട് ആ ജഅല മുഹമ്മദ് മൗലിദ് എന്ന മൗലിദിൽ പറയുന്നത് എന്ത്? ബദർ യുദ്ധ ദിവസം 12,000 അവിശ്വാസികൾ അവൾ പിന്തിരിഞ്ഞു ഓടിപ്പോയി എന്ന് ഇവരുടെ മൗലിദിലുണ്ട്. അപ്പൊ ഇത് പച്ച കളവാണ്, കാറ്റുകെട്ടി പറയുന്നതാണ് മൗലിദിലുള്ളത് എന്നതാണ് ഇവരുടെ കണ്ടുപിടുത്തം. സഹോദരന്മാരെ, അത് ഞാൻ പറഞ്ഞു, ഈ 12,000 ആളുകൾ ഓടിയൊളിച്ചു എന്ന് പരാജയപ്പെട്ട് ഓടി എന്ന് പറയുന്ന ഈ പരാമർശം അത് ഏത് മൗലിദിലാ ഉള്ളത്? മുജാഹിദുകൾ അവരുടെ പ്രസ്സിൽ നിന്ന് അച്ചടിച്ചു വിടുന്ന ഈ മൗലിദിലാ ഉള്ളത്. അപ്പൊ അവർ ചേർത്ത് കൊടുത്തതാണ് ഇത് 12,000. ഇത് നോക്കൂ നിങ്ങൾ, ഇത് വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ടിട്ടുള്ള മൗലിദാണ്. 1371 ഹിജ്റ അന്ന് അടിച്ചടിച്ച മൗലിദ. ആ മൗലിദിൽ കണ്ടോ ജഅല മുഹമ്മദ് മൗലിദിൽ പറയുന്നത് എങ്ങനെ? മുഅ്ജിസത്തു യദിഹി ഹൈസു റമാ മിനത് തുറാബി ഫഖാല ശാഹത്തിൽ വുജൂഹ് ഫഅമാ അബ്സാറഹും ഫൻഹസമ 1000 റജുലും മിനൽ കുഫാർ. കണ്ടോ, കുഫാറുകൾ 1000 ആളുകൾ അപ്പൊ പിന്തിരിഞ്ഞോടി എന്നാണ് നമ്മളെ പഴയകാല മൗലിദിന്റെ വരികളിലൊക്കെ ഉള്ളത്. പിന്നീട് മുജാഹിദുകളെ തിരുത്തി 12,000 ആക്കി. എന്തിന്? എന്നാലേ സുന്നികളുടെ പേരിൽ അത് പറഞ്ഞ് അവർക്ക് വിമർശിക്കാൻ പറ്റുകയുള്ളൂ. അതിനുവേണ്ടിയാണ്. സത്യത്തിൽ മൗലിദിന്റെ പഴയ കോപ്പിയിലുള്ളത് എത്രയാണ്? കോപ്പിയിലുള്ളത് 1000 ആളുകൾ ബദർ ദിവസം ശത്രുക്കൾ പിന്തിരിഞ്ഞോടി എന്നാണ്. അത് ശരിയുമാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, അത് മുജാഹിദുകൾ തന്നെ തിരുമറി നടത്തിയതാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി നമുക്കറിയാം, നമ്മുടെ നഫീസ മൗലിദ് എന്ന് പറയുന്ന ഒരു മൗലിദ്, ആ മൗലിദ് കിതാബിൽ നമുക്ക് കാണാൻ കഴിയുന്നു, അതിലൊരു വരിയുണ്ട്. മുജാഹിദുകൾ സാധാരണഗതിയിൽ പറയാറുള്ള ഒരു വരിയാണ്. എന്താണ് അതിലുള്ളത് എന്നറിയോ നിങ്ങൾ? മുജാഹിദുകൾ പറയും, ആ മൗലിദ് കിതാബിൽ നഫീസ ബീബി റളിയല്ലാഹു അൻഹയുടെ മഖാമിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. എന്താ പറയുന്നത് കണ്ടോ? വദ്ഖുൽ വതുഫ് വസ്അ വസൽബി തഅദ്ദുബി മാ തഷ്തഹി വനാദിഹാ യാ താഹിറാ. എന്താ അതിലുള്ളത്? വദ്ഖുൽ,
നീ പ്രവേശിച്ചോ, വത്തുഫ് നീ തവാഫ് ചെയ്തോ, നീ സഅയും ചെയ്തോ, വസൽ നീ ചോദിക്കുകയും ചെയ്തോ, ബിതഅദ്ദുബി അദബോടുകൂടെ, മാ തഷ്തഹീഹി വനാദിഹാ യാ ത്വാഹിറാ നീ ആഗ്രഹിക്കുന്നതൊക്കെ നീ ചോദിക്കുകയും ചെയ്തോ. അപ്പോ നഫീസ ബീവിയുടെ മക്ബറയിൽ കടന്ന് പ്രവേശിച്ച് നിനക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചോ, പക്ഷേ അതിന് അവിടെ ഇങ്ങനെ തവാഫ് ചെയ്യണം, സഅയും ചെയ്യണം എന്ന് നിങ്ങളെ മൗലിദിലുണ്ട്. ഖബറിന്റെ അരികിൽ തവാഫ് ചെയ്യാൻ പാടില്ല, സഅയ് ചെയ്യാൻ പാടില്ല എന്ന് ആർക്കറിയാത്തത്? എല്ലാ ഇമാമുകളും എഴുതി വെച്ചതല്ലേ? അപ്പൊ നിങ്ങളെ മൗലിദിലുള്ളത് ശുദ്ധ അസംബന്ധമല്ലേ എന്ന് മുജാഹിദ് ചോദിക്കാറുണ്ട്. സഹോദരന്മാരെ, രണ്ട് മറുപടി ഞാൻ പറയട്ടെ. ഒന്നാമത്തേത് അത് മുജാഹിദുകളെ തീരുമറിയാണ്. അവിടെയുള്ളത് എന്താണെന്നറിയോ നിങ്ങൾ? എന്നാണ്. എന്നിടത്ത് ഒരു പുള്ളിയാണ് കളഞ്ഞ തുഫ് എന്നാവും. ത്വാഇന്റെ മേലെ പുള്ളിയിട്ട ലാ ആണ്, അല്ലേ? അത് ലുഫ് എന്നത് പുള്ളിയാണ് മാറ്റിയിട്ട് തുഫ് എന്നാക്കുകയാണ് മുജാഹിദുകൾ. അപ്പൊ എന്താണ്? നീ പ്രവേശിച്ചോ, നീ തവാഫ് ചെയ്തോ, സഅയും ചെയ്തോ. എന്നാലേ മുജാഹിദുകൾക്ക് നമ്മെ അടിക്കാനും ആക്രമിക്കാനും ആരോപിക്കാനും ഒരു നിമിത്തമാവുകയുള്ളൂ. സത്യത്തിൽ പഴയ കോപ്പിയിലൊക്കെ ഉള്ളത് അങ്ങനെയാണ്. ശരി, ഇനി മുജാഹിദുകൾ ഇവരുടെ കോപ്പിയിൽ ഉള്ളതുപോലെ വെച്ചാലും അതിലൊരു തകരാറുമില്ല. എന്താണ്? വദ്ഖുൽ നീ മഖാമിലേക്ക് പ്രവേശിച്ചോ. വത്തുഫ് എന്ന് പറഞ്ഞാല് കഅബ തവാഫ് ചെയ്യണമാതിരി തവാഫ് ചെയ്തോ എന്നല്ല അതിന്റെ അർത്ഥം. ത്വാഫ യതൂഫു എന്ന് പറയുമ്പോഴേക്ക് കഅബ തവാഫ് ചെയ്യുന്നത് പോലെ മുജാഹിദുകൾ വ്യാഖ്യാനിച്ചതിലാണ് അബദ്ധം. പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്കറിയില്ലേ, യതൂഫു അലൈഹിം ബിൽദാനും മുഖല്ലദൂൻ. സ്വർഗവാസികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് കാണാം. എന്താ പറഞ്ഞത്? അവരുടെ ചുറ്റുഭാഗത്തും ചെറിയ കുട്ടികൾ ഇങ്ങനെ ചുറ്റിപ്പറ്റി കഴിയുന്നു. അല്ലാതെ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ അവരങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നല്ല. അത് ഖുർആൻ വ്യാഖ്യാതാക്കൾ എല്ലാവരും ഇത് പറഞ്ഞത് കാണാൻ കഴിയും. മുജാഹിദിന്റെ പരിഭാഷയിലും കാണാം. അപ്പൊ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ എന്ന് ഖുർആൻ പറഞ്ഞാൽ തവാഫ് ചെയ്യാന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ എന്താണ്? അവരിങ്ങനെ ചുറ്റിപ്പറ്റി കഴിയുക. അത് ശരിയുമാണ്. മഖാമിലേക്ക് നീ പ്രവേശിച്ചോ, എന്നിട്ട് അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി അവിടെ ഇങ്ങനെ കഴിഞ്ഞോ, എന്നിട്ട് നീ വളരെ അതബോടുകൂടി ചോദിച്ചോ, ഒരു പ്രശ്നമില്ല. അതാണ് മൗലിദിൽ പറയുന്നത്. വസ്അ എന്ന് പറഞ്ഞാൽ എന്താ? സഅയ് ചെയ്യുക. ഹജ്ജിനും ഉംറക്കും നടത്തുന്ന സഅയ് അല്ല. ആ യസ്അ എന്ന് പറയുമ്പോഴേക്ക് സഹോദരന്മാരെ അങ്ങനെ ധരിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വെള്ളിയാഴ്ചയെ കുറിച്ച് പറഞ്ഞില്ലേ, ഇദാ നൂദിയ ഫിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. അല്ലേ? എന്താ അതിന്റെ അർത്ഥം? വെള്ളിയാഴ്ച ബാങ്ക് കൊടുത്താൽ പിന്നെ നിങ്ങൾ സഅയ് ചെയ്തോളീന അല്ല. ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, ഖുതുബ കേൾക്കാൻ നിങ്ങൾ ഉളരി പോവണമെന്നാണ്. അപ്പോ ഫസ്അഉ എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുക, പരിശ്രമിക്കുക എന്നൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ ദുആയിലും മഹാത്മാക്കളുടെ മക്ബറയിൽ പ്രവേശിക്കുന്നതിലും അവിടെ ദ്വാരക്കുന്നതിലൊക്കെ നീ പരിശ്രമിച്ചോ എന്നാണ്. അല്ലാതെ അവിടെ ഇങ്ങനെ സഅയ് നടത്തിക്കോ എന്നല്ല. അതൊക്കെ മുജാഹിദുകളെ തിരിമറിയും മുജാഹിദുകളെ ദുർവ്യാഖ്യാനവുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ മുജാഹിദുകൾ നടത്തുന്ന മറ്റൊരു തിരിമറി നമുക്ക് കാണാം. നമ്മുടെ നഫീസ മാല എന്ന് പറയുന്ന ഒരു മാലയുണ്ട്. അതിന് വലിയ രസമാണ്. മുജാഹിദുകൾ പലപ്പോഴും ആളുകളെ, സാധാരണക്കാരെ വെട്ടിലാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു വരിയും കൂടിയാണ്. എന്താണ് അതറിയോ നിങ്ങൾ? നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനന സംബന്ധമായി പറയുന്ന ഒരു പരാമർശമുണ്ട്. എന്താ? നഫീസ ബീവി റളിയല്ലാഹു അൻഹ ജനിച്ചത് എന്നാണ്. ജനിച്ചതിനെ കുറിച്ച് നമ്മുടെ നഫീസ മാലയിൽ പറയുന്നത് എന്താ? ചെല്ലുവാൻ സനത്ത് 400 ചാതുർ 10 ജബതനിൽ ഫക്കായ മക്ക ദിക്കദില്ലൂദിത്തേ. നഫീസ ബീവി റളിയല്ലാഹു അൻഹ നമുക്കറിയാലോ, ഔലിയാക്കളുടെ വലിയത്തുകളിൽ വലിയ പ്രമുഖയാണ്. കാരുണ ബീവി നഫീസത്തിൽ റളിയല്ലാഹു കാരുണർ രീല ഞങ്ങൾ കണൈതീടല്ലാ. നമ്മളെല്ലാവരും പറയാറുണ്ട്. ആ നഫീസ മാലയിലാണ് ഇത് പറയുന്നത്. എന്താ പറയുക? നഫീസ ബീവി റളിയല്ലാഹു അൻഹ ജനിക്കുന്നത് ഹിജ്റ 445 എന്നാ മാലയിൽ പറയുന്നത്.
എങ്ങനെയാണ്? ചെല്ലുവാൻ സനത്ത് 4 100 ചാതുർ 10 ജബതനിൽ ഫക്കായ മക്ക ദിക്കതിൽ ഊദിത്തേ. ചെല്ലുവാൻ സനത്ത് 400 400. പിന്നെ ചതുർ 10. ചതുർ എന്ന് പറഞ്ഞാല് 4. അതുപോലെ ചതുർ 10 10. അപ്പൊ ചതുർ 10 4 10 40. അപ്പൊ 440. ജബ അബ്ജദ് ഹൗസ് കണക്കനുസരിച്ച് ജബ എന്ന് പറഞ്ഞ 5. അപ്പൊ 445 അന്നാണ് ഫക്കായ മക്ക ദിക്കതിൽ ഉദിത്തെ, മക്കയിൽ നഫീസ ബീവി ജനിക്കുന്നത്. ഹിജറ 445 ജനിക്കുന്നു എന്നാണ് മാലയിൽ പറയുന്നത്. എന്നിട്ട് ഈ മാലയിൽ തന്നെ അതിന്റെ അവസാന ഭാഗത്ത് കാണാം മുജാഹിദുകളുടെ ദുർവ്യാഖ്യാനമോ അല്ലെങ്കിൽ തിരിമറിയോ ആണ്. അവർ പറയുന്നു പൊന്നിവർ മൗത്ത് ഹിജിറ 200 ആട്ടെ പൂരിദാറമവാനിലുൾ ജുമുഅത്ത് രാവിൽ പിട്ടേ. എന്താ പറയുന്നത്? നഫീസ ബീവി റളിയല്ലാഹു അൻഹ ഹിജറ 200 ആട്ടെ 200 200 പറഞ്ഞാൽ 200 ആട്ടെ എന്ന് പറഞ്ഞാൽ 8 ഏക് ദോ തീൻ ഹിന്ദിയിലുള്ളതാണ് ആട്ട്. അപ്പൊ 208 പൊന്നിവർ മൗത്ത് ഹിജിറ 200 ആട്ടെ പൂരിദാറമവാനിലുൾ ജുമുഅത്ത് രാവിൽ തിട്ടേ. 208 ഒരു റമദാനിലെ വെള്ളിയാഴ്ച രാവിൽ നഫീസ ബീവി മരിക്കുന്നു. ഇതും മാലയിലുള്ളതാണ്. എന്നിട്ട് മുജാഹിദിന്റെ ഘോരമായ വെല്ലുവിളി. എന്താ വെല്ലുവിളി? 208 മരിക്കുന്ന നഫീസ ബീവി ജനിക്കുന്നതെന്നാണ് ഹിജറ 445 നിങ്ങളെ മാലയിലുള്ളതാണ്. ഇതെങ്ങനെ പരിപാടി? 445 ജനിക്കുന്ന വ്യക്തി 208 എങ്ങനെ വഫാത്താകും എന്നാണ്. അപ്പൊ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മരിക്കണം. ഇത് ശരിയല്ലല്ലോ, നിങ്ങളെ മാലയിലുള്ള അസംബന്ധല്ലേ എന്ന. സഹോദരന്മാരെ, മാലയിൽ ഒരു കുഴപ്പമില്ല. അത് മുജാഹിദുകൾ നടത്തിയ തിരിമറിയാണ്. എങ്ങനെയാണ് മാലയിലുള്ളത് എന്നറിയോ? ഇങ്ങനെയാണ്. ഇവർ ചൊല്ലിയതുപോലെയല്ല, ഇവർ എഴുതിയതുപോലെയുമല്ല. ഞാൻ പറഞ്ഞ CH ആമിറുൽ ഇസ്ലാം മുജാഹിദിന്റെ പ്രസിൽ നിന്ന് വാങ്ങിയ അതേ മൗലിദ് കിതാബ്, അതിലൊക്കെ തെറ്റുണ്ട്. എന്താ? ചെല്ലുവാൻ സനത്തിനാൽ 100 ചാതുർ 10 ജബതനിൽ ഫക്കായ മക്ക ദിക്കതിൽ ഊദിത്തേ. അങ്ങനെയാണ്. എന്താ? ചെല്ലുവാൻ പറയട്ടെ, സനത്തിനാൽ കൊല്ലത്തിനാൽ, സനത്തിനാൽ സനത്ത് അറബി, സനത്തിനാൽ കൊല്ലത്തിനാൽ 100 ചതുർ 10 40 ജബ 5. അപ്പൊ 100 ചതുർ 10 ജബയും, അതായത് 145 ജനിക്കുന്നു. എന്താ മാലയിലുള്ളത്? ഇവിടെ എന്താ മുജാഹിദുകൾ ചെയ്ത തിരിമറി? ചെല്ലുവാൻ സനത്തിനാൽ എന്നത് അവരൊരു വാക്ക് കെസറ് മാറ്റിയിട്ട് സുക്കൂനാക്കി. ഇത്രേ ചെയ്തിട്ടുള്ളൂ. ചെറിയ പണിയെ ചെയ്തിട്ടുള്ളൂ. ചെറിയ സിമ്പിൾ വിഷയം. ചെല്ലുവാൻ സനത്തിനാൽ എന്നത് എന്ത് ചെയ്തു? സനത്ത് 4 നാക്കി. സനത്ത് എന്ന് കഴിഞ്ഞാൽ പിന്നെ 400 എന്നല്ലേ വരിക. അപ്പൊ എന്തായി? ചെല്ലുവാൻ പറയാൻ, സനത്ത് വർഷം, 400 400 കണ്ടോളൂ നിങ്ങൾ. ഒരു കെസറ് മാറ്റി സുക്കൂന് മാറ്റി, കെസറ് മാറ്റി സുക്കൂനായപ്പോഴേക്ക് വലിയ ഒരു ദുർവ്യാഖ്യാനം മുജാഹിദുകൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞു. മാലയിലുള്ളത് എങ്ങനെ? ചെല്ലുവാൻ സനത്തിനാൽ 100 ചാതുർ 10 ജബതനിൽ ഫക്കായ മക്ക ദിക്കതിൽ ഊദിത്തേ. ഇതാണ് മാലയിലുള്ളത്. അതിലൊരു കുഴപ്പമില്ല. അപ്പൊ എന്താണ്? 145 ജനിക്കുന്നു, 208 വഫാത്താകുന്നു, 63 വയസ്സ് മഹദി അറിവുകൾ ജീവിക്കുകയും ചെയ്യുന്നു. ചരിത്രപരമായി യാതൊരു അസാംഗത്യവും ഇതിലില്ല. സഹോദരന്മാരെ, ഇങ്ങനെ നിങ്ങൾ നോക്ക്, നമ്മൾ റിഫാഴി മാല, ആ റിഫാഴി മാലയിൽ കാണാൻ ഒരു വരിയുണ്ട്. എന്താണെന്നറിയോ നിങ്ങൾ? ഇതിൽ തന്നെ കാണും മുജാഹിദുകൾ അതാ അവരുടെ മാലയിൽ വലിയ റിഫാഴി മാലയിൽ അവർ വലിയ കാര്യമായി ചോദിക്കുന്ന പറയാവുന്ന ഒരു സംശയം എന്താ? അതിൽ എന്റെ മുരീദെ പെരുമ്പാമ്പ് തീണ്ടൂകിൽ ഒട്ടും വിഷമില്ല എന്ന് പറഞ്ഞോവർ. എന്താ അതിലുള്ളത്?
ദിഫായി ഷെയ്ഖ് പറയാണ്, എന്റെ മുരീദിന് പെരുമ്പാമ്പ് തീണ്ടിയാൽ, പെരുമ്പാമ്പ് കടിച്ചാൽ, എന്റെ മുരീദെ പെരുമ്പാമ്പ് തീണ്ടിയാൽ ഒട്ടും വിഷമില്ല എന്ന് പറഞ്ഞോ. പെരുമ്പാമ്പ് കടിച്ചാല് എന്റെ മുരീദിന് വിഷയേൽക്കൂലാന്ന് ദിഫായി ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്. പെരുമ്പാമ്പ് എന്ന് പറഞ്ഞ സാധനത്തിന് വിഷമില്ല എന്ന് ആർക്കാ അറിയാത്തത്? അപ്പൊ ഇല്ലാത്ത കറാമത്ത് വിളിച്ചുണ്ടാക്കിയല്ലേ നിങ്ങളെ മാലയിലുള്ളത്? എന്താ മുജാഹിദിന്റെ ചോദ്യം. പെരുമ്പാമ്പ് മഹാനിരുപദ്രവകാരിയായ ഒരു ജീവിയാ, ഹലാക്കിൽ ആചാനുഭാവം ആയിരിക്കും എന്നല്ലാതെ അതിനെ കൊണ്ടൊരു ചെറുമില്ല. ഒന്നാകെ വിഴുങ്ങാൻ നോക്കുക എന്നല്ലാതെ മൂപ്പര് വിഷം ഉണ്ടാവൂല. ഇതാണ് ഈ ജീവിയുടെ സ്വഭാവം. പിന്നെ എങ്ങനെയാണ് അതിന് വിഷയേൽക്കൂല എന്ന് പറയുക? സഹോദരന്മാരെ, അവിടെയും മുജാഹിദുകൾ ഈ മാലയിൽ ഒരു ദുർവ്യാഖ്യാനം, ഒരു തിരുമറി നടത്തി. എന്താണെന്നറിയോ നിങ്ങൾ? മാലയിലുള്ളത് ഇങ്ങനെയാണ്, എന്റെ മുരീദെ പെരും പാമ്പ് തീണ്ടൂകിൽ. അങ്ങനെയാണ് പെരും പാമ്പ്. പഴയ മലയാളാണ്, അറബി മലയാളം. പെരും പാമ്പ് എന്ന് പറഞ്ഞാൽ വലിയ ഭയങ്കര പാമ്പ്. ഭയങ്കര പാമ്പ് തന്നെയാണ് ഭയങ്കര വിഷമുള്ള പാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഭയങ്കര വിഷമുള്ള പാമ്പ് തീണ്ടിയാല് ഒട്ടും വിഷമില്ല എന്ന് പറഞ്ഞോവർ. ഒരിക്കലും വിഷമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ മാലയിലുള്ളത്. അത് മുജാഹിദ് എന്താക്കി? പെരും പാമ്പ് എന്നുള്ളത് പെരുമ്പാമ്പ് എന്ന് ഒന്നിച്ചാക്കി, കൂട്ടിയെന്റെ എഴുതി. അപ്പൊ പുതിയ ഒരു മുജാഹിദുകൾക്ക് സുന്നികളെ എതിർക്കാൻ ഒരു പുതിയ ഇര കിട്ടി. സത്യത്തിൽ മാലയിലുള്ളത് അങ്ങനെയാണ്. ഏറ്റവും വലിയ പാമ്പ്, ഏറ്റവും വലിയ വിഷമുള്ള പാമ്പ് മനുഷ്യനെ തീണ്ടിയാൽ, ദിഫായി ഷെയ്ഖിന്റെ മുരീദിനെ തീണ്ടിയാൽ വിഷമേൽക്കൂല. അത് ചരിത്രമാണ്. ഹാഫിദ് ഇബ്നു ഖല്ലിഖാൻ തന്റെ വഫയാത്തുൽ അഅയാൻ ബി അംബാഇ അബ്നാഇ സമാൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ബഹുമാനപ്പെട്ട ദിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവും തന്റെ മുരീദുമാരും അവരെ പാമ്പ് കൊത്തുന്നു, പക്ഷേ വിഷം അവർക്ക് ഏൽക്കാറില്ലായിരുന്നു. അതവരുടെ കറാമത്താണ്. അത് ഇപ്പോഴും ഉണ്ട്, മുരീദുമാർക്ക് ഉണ്ടാകുമെന്നാണ് മാലയിൽ പറയുന്നത്. അവിടെ മുജാഹിദുകൾ നടത്തിയ ഈ തിരുമറി കൊണ്ടാണ് അവർ ഈ ദുർവ്യാഖ്യാനം നടത്തുന്നത്. ഇങ്ങനെ സഹോദരന്മാരെ ഒരുപാട് തിരുമറികൾ, ഒരുപാട് വിഷയങ്ങൾ മുജാഹിദുകൾ നടത്തുന്നത് തന്നെ പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസമോ 2 ദിവസമോ ഒന്നും പറഞ്ഞതുകൊണ്ട് നമുക്ക് അതൊന്നും തീരുകയില്ല. നോക്ക്, നിങ്ങളിപ്പോ മുജാഹിദുകൾ സാധാരണ ഇറക്കുന്ന ഒരു മാലയാണ്. ഇതേതാ? മുഹയ്യദ്ദീൻ മാല എന്ന പേരിൽ മുജാഹിദ് ഇറക്കും. എന്താണ് അതിലുള്ളത് അറിയോ? അള്ളാഹ് സംഭവം പറയാൻ സമയമില്ല. അതിൽ കാണാം, വലിയൊരു ഹാദിം മൗതായ സംഗീതം അവരെ സൗജത്ത് വന്ന് പറഞ്ഞാരേ. എന്താ മാലന്റെ രീതി? നമ്മളെ മുഹയ്യദ്ദീൻ മാലന്റെ ആ രീതി ഒന്നും ഇതില്ല. ഇത് പുതിയ മുഹയ്യദ്ദീൻ മാല എന്ന് പറഞ്ഞിട്ട് ആരോ ഒരാൾ ഇറക്കിയതാ. ഇത് നമ്മൾ ചെല്ലുന്ന അല്ലാഹ് തിരിപ്പേറും സ്തുതിയും സലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. കോഴിക്കോട്ടുള്ള നമ്മളെ ഖാളി മുഹമ്മദ് മഹാനവറുകൾ രചിച്ച മുഹയ്യദ്ദീൻ മാല അല്ല നമ്മൾ ചെല്ലാറുള്ളതുമല്ല. ഇതിലെന്താ പറയുന്നത് അറിയോ നിങ്ങൾ? മുഹയ്യദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഖാദിം, ഒരു മുരീദ് മരിച്ചപ്പോ ഭാര്യ എന്നിട്ട് മുഹയ്യദ്ദീൻ ഷെയ്ഖിനോട് പറഞ്ഞു, നിങ്ങളെ ഖാദിമായ മുരീദിന്റെ മരിച്ചിട്ടുണ്ട്, ജീവിപ്പിച്ച് എണ്ണം റൂഹ് തരണം എന്നാ. വലിയ ഒരു ഖാദിം മൗതായ സംഗീതം അവരെ സൗജത്ത് ചെന്ന് പറഞ്ഞാരെ എന്റെ ഖാദിമിന്റെ റൂഹന്നിൽ താരേണം. എന്താ അതിന്റെ രീതി? എന്നു മലക്കുൽ മൗതോട് കേട്ടോവർ. അപ്പൊ മുഹയ്യദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു തരേ, എന്റെ മുരീദിന്റെ റൂഹ് നിങ്ങൾ പിടിച്ചുകൊണ്ടു പോകുന്നത്, അപ്പൊ ആ മുരീദിന്റെ റൂഹ് തിരിച്ചു തരണം. അപ്പൊ മലക്കുൽ മൗത്ത് പറഞ്ഞു, അതൊന്നും എനിക്ക് കഴിയില്ല, എത്തിക്കാൻ കഴിയില്ല. അപ്പോ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് ദിഫായി ഷെയ്ഖ് മുഹയ്യദ്ദീൻ ഷെയ്ഖ് റൂഹ് കൊണ്ടുപോണ ആ കോട്ട തട്ടിപ്പറിച്ചു. അന്ന് തട്ടിപ്പറിച്ചപ്പോ അന്നുണ്ടായ എല്ലാ റൂഹൊക്കെ പറഞ്ഞ കൊട്ടയിലാണ് കൊണ്ടുവരുന്നായി നോക്കുകള്. അപ്പൊ എന്നിട്ട് ഈ റൂഹ് തട്ടിപ്പറിച്ചപ്പോ ആ റൂഹിന്റെ കിട്ടാൻ വേണ്ടി കൊട്ടയിലുള്ള മുഴുവൻ റൂഹും ചാടി കഴിച്ചിലായി പോയി എന്നുമാണ്. ഇതൊക്കെ നിങ്ങളെ മാലയിലുള്ളത്. ഇത് മുജാ കളിയാക്കേണ്ട സഹോദരന്മാരെ, ഇത് നമ്മളെ മാലല്ല, നമ്മൾ ചെല്ലണ മാലയല്ല. ഇത് മുജാഹിദ് വലിയ ആനക്കാര്യമായി കൊണ്ടു നടക്കും. ഇത് അവരുടെ നേതാവുണ്ട്, രണ്ടത്താണി സെയ്ദു മൗലവി എഴുതിയ ഇസ്ലാമിലെ ഇത്തിക്കണ്ണികൾ എന്ന പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലാണ് ഈ മാല ഞാൻ ആദ്യം കണ്ടത്. സഹോദരന്മാരെ, ഇത് നമ്മൾ ചെല്ലുന്നത് ഇത് ഏതോ പൊന്നാനിയിലുള്ള ഏതോ ഒരാൾ രചിച്ചു എന്ന് പറയുന്നു. അങ്ങനെ പൊന്നാനി, പെരുമ്പടവ്, പുത്തമ്പള്ളി, മുക്കത്ത്, കക്കാട് എന്ന് പറഞ്ഞുകൊണ്ട് സംഗതി നടക്കൂലല്ലോ. മുസ്ലിമീങ്ങൾ ചെല്ലുന്നതോ ഉരുവിടുന്നതോ അല്ല. അതാ ഞാൻ പറഞ്ഞത്, മാല മൗലിദ് എന്ന പേരിൽ പലതും രംഗത്തുണ്ട്. നമുക്ക് അതേറ്റ് എല്ലാം കൂടി ഒന്നും ബന്ധമില്ല.
ഇത് നമ്മൾ ചെല്ലുന്നതോ ഉരുവിടുന്നതോ ആയ മാലയല്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ബാധ്യതയുമില്ല. ഇത് നമ്മൾ ഇങ്ങനത്തെ ഒരു സംഗതി അറിയുകയുമില്ല. അത് ഉരുവിടേണ്ട, അതിന് ന്യായം പറയേണ്ട, അതിന് തെളിവ് പറയേണ്ട ഒരു ബാധ്യതയും നമുക്കില്ല. ഇത് നമ്മളെല്ലാവരും ഉൾക്കൊള്ളുകയും മുജാഹിദുകൾ നടത്തുന്ന ദുർവ്യാഖ്യാനങ്ങളിൽ നിന്നും തിരിമറികളിൽ നിന്നും നമ്മളൊക്കെ വളരെ ബോധവാന്മാരാവുകയും ചെയ്യണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റു കാര്യങ്ങളൊന്നും പറയാൻ സമയമില്ലാത്തത് കൊണ്ട് തൽക്കാലം നമുക്ക് ദുആ ചെയ്ത് പിരിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് കബൂൽ ചെയ്യുമാറാവട്ടെ. മഹാത്മാക്കളായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ അവരുടെ മഹത്വവും അവരുടെ കീർത്തനവും ചൊല്ലുകയും സ്നേഹിക്കുകയും മഹബത്ത് വരികയും ചെയ്യുമ്പോൾ അവരോടുകൂടെ സ്വർഗത്തിൽ പോകുന്ന മഹാത്മാക്കളായി തീരണം എന്ന് ഉറപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ അമ്പിയാക്കളെയും മഹാത്മാക്കളെയും നമ്മുടെ നേതാക്കളെയൊക്കെ മൊത്തം പറയുന്നത് അങ്ങനെയാണ്. അവരുടെ കീർത്തനങ്ങളും അവർക്ക് പൊരുത്തവും മഹത്വമൊക്കെ കൊലുക്കിയിട്ടാണ്. മുജാഹിദുകൾ അവരുടെ ചില നേതാക്കളെ അവർ കീർത്തനം പറയാറുണ്ട്, എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അത് പദ്യമായിട്ടുള്ളത്. ഇനി ഇത് നോക്ക് നിങ്ങൾ, ഇത് മുജാഹിദ് കേരള നെതുവൽ മുജാഹിദ് കൂടി പറഞ്ഞ നിർത്തുകയാണ്. മുജാഹിദ് സെന്റർ കോഴിക്കോട്ട് 2 അച്ചടിച്ചു വിട്ടതാണ്. ഇത് അവരുടെ നേതാക്കളുടെ ഒരു മൗലിദ, അല്ലെങ്കിൽ അവരുടെ കീർത്തനം നടത്തിയതാവും. എന്താ അതിൽ മഹത്വം പറഞ്ഞതാ. വെട്ടം അബ്ദുള്ള ഹാജി എന്ന് പറഞ്ഞ കൂട്ടായി അബ്ദുള്ള ഹാജി എന്ന പേരിൽ അറിയപ്പെടുന്ന മുജാഹിദിന്റെ വലിയ നേതാവായിരുന്നു. അതുകൊണ്ടാണ് കേരള നെതുവത്തുൽ മുജാഹിദീൻ മുജാഹിദ് സെന്റർ കോഴിക്കോട് 2 തന്നെ അവർ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. സഹോദരന്മാരെ, ഇയാളെ കുറിച്ച് ഇവരുടെ നേതാക്കൾ, ഈ നേതാക്കൾ എഴുതി വെച്ചിട്ടുള്ള ആശയങ്ങൾ എല്ലാം കൂടി നമ്മൾ വായിക്കുകയാണെങ്കിലാണ് അവരുടെ നേതാവിനെ അവർ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അവരുടെ നേതാവിന് കാര്യമായിട്ടുള്ള പരിപാടി എന്താന്ന് ചോദിച്ചാൽ ഇത് വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. കാര്യമായിട്ട് മൂപ്പർക്ക്, ഞാൻ പറയുന്ന കാരണം എന്താ വെച്ചാൽ മാല മൗലിദുകൾ ചർച്ച ചെയ്യുമ്പോൾ സമയമില്ലാത്തത് കൊണ്ടാണ്. മുജാഹിദ് സാധാരണ കളിയാക്കുന്ന ഒരു പരിപാടിയാണ്. ഇവർ അതിലെല്ലാതിലും ഉണ്ടാവും. എന്ത് അതായത് ഭക്ഷണം കൊടുത്ത ആളുകൾക്ക് പ്രത്യേക ഒരു ദ്വാ ഉണ്ട് നമ്മളെ പല മൗലിദുകളിൽ. അപ്പൊ പറയും പരിപാടിയാണ്, അതുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നവർക്ക് പ്രത്യേക ദ്വാ മാലയിലും മൗലിദിലും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് സാധാരണഗതി. എന്താന്ന് ചോദിച്ചാൽ ആ നേതാവിന്റെ വെട്ടം അബ്ദുള്ള ഹാജി എന്ന ഈ നേതാവിന്റെ മഹത്വമാണ്. കാര്യമായിട്ട് അയാളെ മഹത്വം എന്താന്ന് വെച്ചാൽ ഭയങ്കര തീറ്റന്റെ കാര്യത്തിൽ മൂപ്പരെ കവച്ചു വെക്കാൻ ഒരാൾക്കും കഴിയില്ല. മുജാഹിദുകൾ അങ്ങനെ കവലകളിൽ വന്ന് പറയും, ഞങ്ങൾ നിങ്ങളോട് കൂലി ചോദിക്കുന്നില്ല, ഞങ്ങൾക്ക് കൂലി അള്ളാഹു മാത്രമാണ് നൽകുന്നത് എന്ന് മുജാഹിദ് പറയും. അതേസമയം സുന്നികളോ, സുന്നി പണ്ഡിതന്മാർക്ക് ആട് വേണം, കോഴി വേണം, ബിരിയാണി വേണം, കാശ് വേണം എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പറയുന്നത് കാണാം. അവർക്ക് കിട്ടുന്നുണ്ടോ ഇല്ലേ അതിപ്പോ ഞാൻ പറയുന്നില്ല. മുജാഹിദ് പിളരാനുള്ള കാരണം തന്നെ വിദേശ ഫണ്ട് ഓഹരി വെക്കുന്നതിനുള്ള കശപിശയാണെന്ന ആ പരസ്യമായ രഹസ്യം അതെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അത് എഴുതിയ പുസ്തകം ഞങ്ങളുടെ കൈവശമുണ്ട്. അവിടെ നിൽക്കട്ടെ, ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് കോഴിയില്ല, ആടില്ല എന്ന് മുജാഹിദ് പറയും. എന്നാ ഓരോ ഒരു നേതാവിന്റെ കഥ, മുജാഹിദ് ഇറക്കിയ ഒരു നേതാവാണ് ഈ നേതാവ്. ഇയാളെ കഥ ഞാൻ പറയാം. അയാൾ പറയുന്നു, നിങ്ങൾ വഴലിന് പോകുന്നതിന് മുമ്പ് ഹാജി നന്നായി തിന്നും, കഴിഞ്ഞു വന്നതിന് ശേഷവും നല്ല വണ്ണം തിന്നണം. മൂപ്പര മഹത്വപ്പത്. മൂപ്പർക്ക് വഴലിന് പോകുന്നതിന് മുമ്പ് വയറ് നിറച്ച് തിന്നണം, വന്ന് കഴിഞ്ഞതിന് ശേഷം മൂപ്പർക്ക് തിന്നണം. നമുക്കൊക്കെ ആകഞ്ഞ് കിട്ടിയാൽ തന്നെ എന്താ ഉള്ളത്, വയലിൽ കഴിഞ്ഞിട്ട് വല്ലതും കിട്ടും. അതിന്റെ മുമ്പ് വന്നാൽ നമ്മളെന്താ പള്ളിയിൽ പോയിരിക്കുക, മേലെ പോയിരിക്കുക, വല്ല കട്ടൻ ചായ എന്തെങ്കിലും കൊണ്ടുവരിക, യാളെ അത് കുടിച്ചോളി, എന്നിട്ട് നമുക്ക് സ്റ്റേജിലേക്ക് പോകാന്നാ പറയുന്നത് അല്ലേ. അപ്പൊ ഞാൻ പറയുന്നത് എന്താ, ഇത് കഴിഞ്ഞാൽ വല്ലതും കിട്ടും. എന്നാ ഇയാൾക്ക് അങ്ങനെ പോരാ. വയലിന് പോകുന്നതിന് മുമ്പും നന്നായി തിന്നണം, കഴിഞ്ഞു വന്നതിന്റെ ശേഷവും തിന്നണം. കഴിഞ്ഞില്ല സഹോദരന്മാരെ. എന്നിട്ട് ഇയാളെ മഹത്വം നിങ്ങൾ കേൾക്കണം. മുജാഹിദിന്റെ ആൾക്കാരെ മൗലിദ് മുജാഹിദ് എഴുതുക. എന്താ നിങ്ങൾ അങ്ങനെ ഹാജി പ്രസംഗം തുടങ്ങി. മുജാഹിദ് നേതാവാണ്, സംസ്ഥാന നേതാവാണ്. ചെറിയൊരു മുമ്പിൽ തന്നെ ഒരു ഡെപ്പിയുണ്ട്, അതിൽ ലേഹ്യമാണ്. അപ്പൊ മുജാഹിദ് പ്രസംഗിക്കുന്നതിന് മുമ്പ് വയറ് നിറച്ച് തിന്നിട്ടാ ഇയാളിട്ട് വരുന്നത്. എന്നിട്ട് തന്നെ ആ മുമ്പിൽ ആ മേശന്റെ അടുത്ത് ഒരു ഡെപ്പി, അതിന് ലേഹ്യമാണ്. ലേഹ്യം കടാര കൊണ്ടാണ് തോണ്ടി തിന്നുന്നത്. മൂപ്പര് ആര് ബല ഈ നേതാവിന്റെ മദഹ് പറയാണ്. മൂപ്പര് ലേഹം കഴിക്കാൻ അങ്ങനെ കടാര എടുത്തിട്ട് അതുകൊണ്ടാ തിന്നരും.
പ്രസംഗത്തിനിടയിൽ ഇടയ്ക്കിടെ ഹാജി ലേഹ്യം തിന്നുന്നത് കൗതുകത്തോടെ ഞങ്ങൾ നോക്കി നിൽക്കാറുണ്ട്. അത് കൗതുകം തന്നെയല്ലേ? ലേഹം കൊണ്ട് കടാര കൊണ്ട് ലേഹം തിന്നാന്ന് പറഞ്ഞാല് ആ ബൈക്ക് പിന്നെ ഒരു മനുഷ്യൻ അടുക്കോ സഹോദരന്മാരെ? ഉളുപ്പില്ലാതെ ഇയാൾ എന്ത് ചെയ്യാ പരസ്യമായിട്ട് ലേഹം കൊണ്ട് ലേഹം കടാര കൊണ്ട് ഇങ്ങനെ തിന്നുന്ന രംഗങ്ങൾ ആലോചിച്ച് നോക്കാണ്. ഇതായിരുന്നു അയാൾ ചെയ്യാറുണ്ടായിരുന്നത്. എന്നിട്ടോ അയാളെ തീറ്റ കഴിഞ്ഞിട്ട് അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് മറ്റേ അവിടുന്ന് വയറ് നിറച്ച് തിന്നിട്ടാണ് വരിക. പിന്നെ ഇവിടെ എത്തിയാള് ലേഹം തിന്നും. ഇനി നിങ്ങൾക്കറിയണോ, അയാള് പിന്നെ വേറെ ഒരു പരിപാടി, ലേഹവും കടാരും തിന്നുന്നതിന് പുറമെ മൂപ്പർക്ക് വേറെ ഉണ്ട്. സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഴുനീളത്തിൽ നടന്നുകൊണ്ടാണത്രേ അദ്ദേഹം പ്രസംഗിക്കാറുള്ളത്. അപ്പൊ നിന്നിട്ട് ഞാൻ നിൽക്കണ മാതിരി ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കല്ല, മൂപ്പര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടാ മൂപ്പരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ പഞ്ചസാരയും നെയ്യും കൂട്ടി ഇടയ്ക്കിടെ സേവിക്കും. അത് വേറെയും സേവിക്കാറുണ്ട്. പഞ്ചസാരയും നെയ്യും കൂടിയും കൂട്ടി കുഴച്ച വേറൊരു ഒരു പാത്രമോ ബക്കറ്റോ അത് വേറെ, ഒരു ഡപ്പി ലേഹ അത് ഇപ്പുറത്ത്. ഇനി അവിടുന്ന് തന്നെ വയറിന് പേരല്ലേ. എന്നിട്ട് അത് ഇയാൾക്ക് പിന്നെ എപ്പോഴത് പ്രസംഗിക്കാൻ ഒഴിവെന്ന് എനിക്കറിയില്ല. പഞ്ചസാരയും നെയ്യും കൂടി കൂട്ടി ഇടയ്ക്കിടെ സേവിക്കും. അങ്ങനെ മൗലവി ഇങ്ങനെ നന്നായി സേവിച്ച് നന്നായി ഭക്ഷണം കഴിച്ചിട്ടാ പ്രസംഗിക്കലുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, മാംസം ഹാജിക്ക് ഇഷ്ടപ്പെട്ട ആഹാരമായിരുന്നു. അബ്ദുള്ള ഹാജി ഇത് പിളരുന്നതിന് മുമ്പ് ഇറക്കിയതാ. രണ്ട് ഗ്രൂപ്പിനും ബാധക. ആരും നിങ്ങൾ പറയും പോലെ മറ്റൊരു കേൾക്കട്ടെ എന്ന് പറയണ്ട, രണ്ടു കൂട്ടരും കേട്ടോളി. മാജിക്ക് ഇഷ്ടപ്പെട്ട ആഹാരമായിരുന്നു. ഒരു ദിവസം അധികാരിയോട് ഹാജി കാട്ടിയിറച്ചി കിട്ടുമോ എന്ന് അന്വേഷിച്ചു. കാട്ടിയിറച്ചി എന്ന കാട്ടുപോത്തിന്റെ ഇറച്ചി, കാട്ടിയാന മാറിയായ ഫീലല്ല. ഉടനെ തന്നെ അധികാരി വെടിവെച്ച് കാട്ടിയിറച്ചി കൊണ്ടുവരാൻ കാട്ടിലേക്ക് ആളെ അയച്ചു. നോക്കിങ്ങൾ, നമുക്ക് ഞാൻ ഏറിയ പാടോ കോഴിയോ ഇത്തരല്ലേ നമ്മള് സുന്നി പണ്ഡിതന്മാർ കിട്ടലുള്ളൂ. അത് നമ്മളെ അങ്ങാടിയിലൊക്കെ ഉണ്ടാവും, ആടും ഉണ്ടാവും, കോഴി ഉണ്ടാവും. ഇയാൾക്ക് അതൊന്നും പോരാ, കാട്ടിപ്പോത്തിന്റെ ഇറച്ചി കിട്ടണം. അത് ഇവിടെ നിന്ന് കിട്ടുക. ഈ കടാര കയ്യിൽ വെച്ച് നടക്കുന്ന ആൾക്കാരെ പിന്നെ കാട്ടിപ്പോത്തിന്റെ ഇറച്ചി കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താ അതുകൊണ്ട് കാര്യം? കാടാരോണ്ട് ലേഖനത്തിന് ആൾക്ക് കാട്ടിപ്പോത്തിന്റെ ഇറച്ചി കിട്ടണ്ടേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അങ്ങനെ കാട്ടിലേക്ക് ആളെ വിട്ടു. പടച്ചോനെ, കുറെ കഴിഞ്ഞ് കാട്ടി ഇറച്ചി ലഭിക്കുകയും ഹാജി ഇഷ്ടം പോലെ സന്തോഷത്തോടെ തിന്നുകയും ചെയ്തു. അപ്പൊ ഇതാ മൂപ്പര തീറ്റ. മൗലിദിന് ഭക്ഷണം ഉണ്ടാക്കുന്നവരെ പരിഹസിക്കുന്ന മുജാഹിദുകൾ സഹോദരന്മാർ എന്നിട്ട് കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ നോക്ക് ഇയാളെ പരിപാടി. ഹാജി പ്രസംഗിക്കുമ്പോൾ ദേഷ്യം വന്നാൽ പരുഷമായി സംസാരിക്കാറുണ്ടായിരുന്നു. മരമണ്ടത്തലയ എന്നിത്യാദി പ്രയോഗങ്ങൾ നടത്തും. വല്ലാതെ ചീത്ത പറയും സുന്നികളെ. ഒരിക്കൽ ഉമറുകുട്ടി ഹാജി ഒതായിലുള്ള ആളാ, അയാളെ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമ്മളെ വെട്ട അബ്ദുള്ള ഹാജിയോട് പറഞ്ഞു, ഹാജി പരുഷമായ ഭാഷ സംസാരിക്കാതെ പ്രസംഗിച്ചിരുന്നെങ്കിൽ കുറെ കൂടി നന്നാകുമായിരുന്നു. പ്രസംഗത്തിന്റെ മഹത്വം വർദ്ധിക്കും. ഈ ആളുകൾ എങ്ങനെ സുന്നികളെ ചീത്ത പറഞ്ഞെന്തിനാ? ഒന്ന് മാന്യമായി പ്രസംഗിച്ചൂടെ എന്ന് ചോദിച്ചു ഒരു അനുയായി നേതാവിനോട്. അപ്പൊ ആ നേതാവ് ഹാജി അത് കേട്ട് പറഞ്ഞു, ശരി, ഞാൻ എന്നാ ചീത്ത പറയില്ല. ചീത്ത പറയില്ലെങ്കിൽ നീ എന്തു തരും? എന്റെ പ്രസംഗത്തിൽ ഞാൻ ചീത്ത പറയാതെ മാന്യമായി പ്രസംഗിക്കുകയാണെങ്കിൽ എന്താ തരാന്ന് ചോദിച്ചു. അപ്പൊ അനുയായി പറഞ്ഞു, ഉമർകുട്ടിയാജി പറഞ്ഞു, ഹാജിക്ക് എന്താ വേണ്ടതെങ്കിൽ എല്ലാവരും മുഴുവൻ സഹിക്കാൻ പറ്റായിട്ടാണ്, ഇതൊന്നും നിർത്തി തരുമോ? അപ്പൊ ഹാജി പറഞ്ഞു, പൂളയും ഇറച്ചിക്കൂട്ടാനും തന്നാൽ ഞാൻ ഇന്ന് അപ്രകാരം പറയില്ല. സംസാരിച്ച ഒരു വിഷയം എത്തിയപ്പോൾ ഹാജി കയ്യിൽ 2 തവണ ശക്തിയായി തട്ടിക്കൊണ്ട് പറഞ്ഞു. ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രസംഗിച്ച് ശക്തിയായപ്പോൾ 2 അടി അടിച്ചിട്ട് പറഞ്ഞു, ഇപ്പോഴല്ലേ ഇവരെ ചീത്ത പറയേണ്ടത്? പക്ഷെ ഇന്ന് ഞാൻ ഒരാളോട് ചീത്ത പറയില്ലെന്ന് ഏറ്റിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയണില്ല. വാപ്പ പത്തായത്തിലും കൂടി ഇല്ലാതെ കുട്ടി എന്ന മാതിരിയാണ് ഇപ്പൊ ഇയാള് പറഞ്ഞത്. ഇന്നിപ്പോ ഒരാളോട് ഞാൻ ഇറച്ചിയും പൂളിയും തിന്നിട്ട് ചീത്ത പറയില്ലാന്ന് ഏറ്റിട്ടുണ്ട്, അതുകൊണ്ട് പറയണില്ല. സ്വന്തം നേതാവിന്റെ മഹത്വം മൗലിദ് എഴുതി വെച്ചത് അത് മനസ്സിലാക്കണം. നോക്ക് നിങ്ങൾ, ഇയാളെ സ്വഭാവം, ഇയാളെ തീറ്റന്റെ ഉഷാറ്. ഒരിക്കൽ ഇടവണ്ണയിൽ ഹാജി പ്രസംഗിക്കുകയായിരുന്നു. അതിനിടയിൽ അല്പനേരത്തേക്ക് പ്രസംഗം നിർത്തി. കുറച്ച് പാല് കുടിക്കാൻ വേണ്ടി നിർത്തിയതാ. അപ്പൊ നേരത്തെ ലേഹം, പിന്നെ പഞ്ചസാരയും നെയ്യും കുഴച്ചത്, പാലും കുപ്പി. എത്ര ടേബിളാണ് അവിടെ ഉണ്ടത് എനിക്കറിയില്ല. നമ്മളെ ടേബിളിൽ കിതാബ് രേഖയുണ്ടത്. മൂപ്പർക്ക് ഒന്നിന് ലേഹം, ഒന്നിന് പഞ്ചസാരയും മറ്റേ മൈദയും കലക്കിയത്, ഒന്നിന് ലേഹവും മറ്റതും കലക്കിയത്, അപ്പുറത്ത് പാലും കുപ്പി. പല പരിപാടിയാണ്. എപ്പോഴാ പിന്നെ പ്രസംഗിക്കരുന്നാവോ? ഇത് തിന്നതല്ലാതെ കുറച്ച് പാല് കുടിക്കാൻ വേണ്ടി നിർത്തി. അപ്പൊ ഐദർ മൊല്ലാക്ക കുറച്ച് ബൈത്തുകൾ പാടാൻ തുടങ്ങി.
നല്ല ആശയങ്ങളായിരുന്നു ആ ബൈത്തുകളുടെ ഉള്ളടക്കം. അപ്പൊ ഹാജി പാലിന്റെ ഗ്ലാസ് മൊല്ലാക്കാക്ക് നീട്ടിക്കൊടുത്തു. ഈ പാട്ട് ഇങ്ങനെ കേട്ടപ്പോ വെട്ടം അബ്ദുള്ള ഹാജി എന്ന മുജാഹിദ് നേതാവ് മൊല്ലാക്കാക്ക് ഈ പാലിന്റെ ഗ്ലാസ് അങ്ങനെ നീട്ടിക്കൊടുത്തു. ഗ്ലാസ് വാങ്ങാനായി മൊല്ലാക്ക ഒരുങ്ങിയപ്പോ, മൊല്ലാക്ക വലിയ പ്രതീക്ഷ, അന്നത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞ ഇന്ന് പോലല്ലോ, ഒരു ഗ്ലാസ് പാലിട്ടെന്നാണ് വലിയ കിട്ടല. അത് കിട്ടാൻ വേണ്ടി മൊല്ലാക്കാട് വന്നപ്പോ മൗലവിയുടെ നേതാവിന്റെ കോലം മാറി. ഹാജി ഗ്ലാസ് കൊടുത്തില്ലാതെ മാത്രമല്ല ഒറ്റ വലിക്ക് പാല് മുഴുവനും കുടിച്ചു തീർക്കുകയും ചെയ്തു. അന്നത്തെ ആ ഗ്ലാസ് ഒറ്റ വലിക്ക് കുടിക്കണമെങ്കിൽ എത്ര പ്രാവീണ്യം വേണം അയാൾക്ക് തീറ്റിയിലും കുടിയിലും കൂടെ ചിന്തിച്ചു. പാല് ഞാൻ കൊടുത്ത് വാങ്ങാൻ വരുമ്പോ അത് ഒറ്റ വാങ്ങി ഒറ്റ കുടി. എന്തൊരു സംസ്കാരല്ലേ. ഞങ്ങളൊന്നും ചോദിക്കുന്നില്ലേ, പാല് ചോദിക്കുന്നില്ല, കോഴി ചോദിക്കുന്നില്ല, കാട്ടി ചോദിക്കുന്നില്ല, ഇറച്ചി മുളും ചോദിക്കുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല. ഇന്നജിരിയ ഇല്ല അലല്ലാഹ്, ഞങ്ങളെ കൂലി അള്ളാഹുവിന്റെ മേൽ മാത്രമാകുന്നു. കേൾക്കണം നിങ്ങൾ. എന്നിട്ട് ഇയാൾ ചിന്തിച്ചു നോക്ക്. ഇയാള് തീറ്റന്റെ കഥ പറയാം. പൂളയും ഇറച്ചിയുമാണ് ഹാജിയുടെ ഇഷ്ട ആഹാരം. പൂളയും ഇറച്ചിയാണ്. ഒരു ജുസ് മുഴുവനാകുന്ന ദിവസം, ഖുർആനിന്റെ ഒരു ജുസ് മുഴുവനാകുന്ന ദിവസം പൂളയും ഇറച്ചിയും ഉണ്ടാകണമെന്നത് നിർബന്ധമാണ്. ഞങ്ങൾ ഒരു ആയത്ത് ഓതിയിട്ട് വല്ലതും മേടിച്ചിട്ടുണ്ടോ എന്നാ മൗലവി ചോദിച്ചത്. മേടിച്ചിന്റെ കണക്കായപ്പോ ഞാൻ രേഖപ്പെടുത്തരുത്. എതിർപ്പുണ്ടെങ്കിൽ ഗണ്ണനുണ്ടെങ്കിൽ പറഞ്ഞോളി, കേൾക്കാൻ താല്പര്യമുണ്ട്. ഞങ്ങൾ വല്ലതും 10 പൈസ നിങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടോ? ഇതാ ഇറച്ചിയും പൂളയും ഉണ്ടാകാൻ നിർബന്ധമാണ്. ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണം ഈ ഭക്ഷണം എന്ന് നോക്ക് നിങ്ങൾ. അയാളെ തീറ്റ നോക്ക്. ഹാജിയോട് ഉമറുകുട്ടി ഹാജി ഒരിക്കൽ ചോദിച്ചു, അതാ രസം, ശരിക്കും ശ്രദ്ധിക്കണേ. മയിലിനെ തിന്നാൻ പറ്റുമോ? വല്ല നേതാവിനോട് ചോദിച്ച മയിലിറച്ചി മയിലുണ്ടല്ലോ, തിന്നാൻ പറ്റുമോ? അത് പാടില്ല എന്ന് എല്ലാവർക്കും അറിയണ മസലെ. മയിലിനെ തിന്നാൻ പറ്റുമോ? ഉടനെ തന്നെ ഹാജിയുടെ പ്രതികരണം, അത് തിന്നാൻ പറ്റുമോ എന്ന് അറിയണമെങ്കിൽ അതിന് നിങ്ങൾ അത് എനിക്ക് തന്നു നോക്കിയോ? തിന്നാൻ പറ്റുമെന്ന് തന്നു നോക്കട്ടെ, അപ്പോഴല്ലേ തിന്നാൻ പറ്റുള്ളൂ എന്നറിയാം. നോക്കരുത് നിങ്ങൾ. ഇവിടെ നേതാവിന്റെ ഒരു സംസ്കാര തീറ്റന്റെ. അങ്ങനെ മയിലിറച്ചി ഹാജി സംഘടിപ്പിച്ചു, ഉമറുകുട്ടി ഹാജി. അത് ഹാജിന് കൊടുത്തു. ഹാജിന് വയറു നിറച്ച് തിന്നു. അത് തിന്നിട്ട് ഹാജി പറഞ്ഞു, ഇതിന് നല്ല കോഴിയുടെ രുചിയാണല്ലോ. മയിലിറച്ചി തിന്നിട്ട് പറയാ, നല്ല കോഴിയുടെ രുചിയാണല്ലോ. അങ്ങനെ എനിക്ക് മൗലവി പന്നിയിറച്ചി തിന്നിട്ട് പറയില്ലേ, ഇതിന് നല്ല ആട്ടിന്റെ രുചിയാണല്ലോ. ഇത് ബല നേതാവ് ചെയ്തത് അങ്ങോട്ട് ചിന്തിച്ചു നോക്കുന്നു. ഇതാ നമുക്ക് ഒന്നുമില്ല, എന്താ പുസ്തകം തന്നെ. കഴിയുകയും ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നവരിൽ നമ്മെയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും, മാതാപിതാക്കൾ, ഉസ്താദുമാർ, സഹോദര സഹോദരിമാർ, നമ്മുടെ ഭാര്യമാർ, മക്കൾ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, നമ്മുടെ സഹകാരികൾ, സഹായികൾ, നാമുമായി ബന്ധപ്പെട്ടവർ, നമ്മുടെ പ്രാസ്ഥാനിക നേതാക്കൾ, പ്രവർത്തകർ, ബന്ധപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് വൈകിയതിൽ ക്ഷമ ചോദിച്ച് ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.